Good morning, everybody. Again, welcome to physics class. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വർക്ക് പവർ എനർജി എന്നുള്ള ടോപ്പിക്കാണ്, ആ ചാപ്റ്ററാണ്. അതിൽ നമ്മൾ വർക്ക് എന്താന്ന് പറഞ്ഞു, വർക്ക് കൈനറ്റിക് എനർജി തിയറം ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ് അത് പഠിച്ചു. പിന്നെ വർക്ക് ഡ്യൂ ടു വേരിയബിൾ ഫോഴ്സ് ആണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിന് ആവശ്യമായ ഇന്റഗ്രൽ കാൽക്കുലസിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വിശദമായി പഠിച്ചു. ഫങ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ഇൻ്റഗ്രേഷൻ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല എങ്കിൽ നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആവശ്യമായി വരും. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയയാണ് വർക്ക് ഡൺ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയയാണ്. അപ്പോൾ ജനറൽ ഡെഫിനിഷൻ ഓഫ് വർക്ക് ഡൺ, ഇറ്റ് ഈസ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം സം ഇനീഷ്യൽ പോയിന്റ് സേ xi to some final point say xf is integral xi to xf f of x dx, f of x dot dx, the dot product of force and displacement integrated from initial position to the final position. Adana the general definition of work. Most general definition of work is the integral of the dot product of force and displacement from an initial position to a final position. That integral will give you the work done in moving that particle from the initial position to the final position. ഇതാണ് നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത്. ഇനി അതിന്റെ തുടർച്ച, ബാക്കി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചെറിയ 2 പ്രോബ്ലംസ് ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വർക്ക് എനർജി തിയറം ഫോർ വേരിയബിൾ ഫോഴ്സ് ഡിസ്കസ് ചെയ്യണം. വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് നമ്മൾ ചെയ്തത്. വേരിയബിൾ ഫോഴ്സിനുള്ളതും കൂടി, ദാറ്റ് ഈസ് ദി മോസ്റ്റ് ജനറൽ പ്രൂഫ് ഫോർ വർക്ക് കൈനറ്റിക് എനർജി തിയറം. പരീക്ഷയ്ക്ക് വർക്ക് എനർജി തിയറം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ് നേരത്തെ പഠിച്ചത് എഴുതിയാൽ മതി. വേരിയബിൾ ഫോഴ്സിനുള്ളത് പ്രത്യേകം പ്രൂവ് ചെയ്യാനോ ഡിറൈവ് ചെയ്യാനോ പറഞ്ഞാൽ മാത്രം ഈ ഇന്ന് എടുക്കുന്ന ഡെറിവേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ചില അപൂർവം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. സാധാരണ ചോദിക്കാറ് വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാനാണ്. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വർക്ക് കൈനറ്റിക് എനർജി തിയറമാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഇതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത്, വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. എന്ന് നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസിംഗ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ദി ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, വർക്ക് ഈസ് ദി ഇന്റഗ്രൽ ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. This is the most general definition for work done by a force in moving a particle from one point to another. That is integral x1 to x2 f of x dot dx. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം ആണ്. വേരിയബിൾ ഫോഴ്സിന്റെ പ്രോബ്ലം ആണ്. എ വേരിയബിൾ ഫോഴ്സ് kx square acts on a particle which is initially at rest. ക്വസ്റ്റ്യൻ എഴുതാം. വേരിയബിൾ ഫോഴ്സ് F is equal to kx square acts on a particle
which is initially at rest. A variable force F is equal to kx square acts on a particle which is initially at rest. Calculate the work done by the force during the displacement of the particle from x is equal to 0 meter to x is equal to 4 meter. Assume constant k is equal to 1 Newton per meter square. അപ്പോൾ ഒരു പാർട്ടിക്കിളിൽ ഒരു വേരിയബിൾ ഇനീഷ്യലി ആ പാർട്ടിക്കിൾ റെസ്റ്റിലായിരുന്നു. ആ പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല. ദാറ്റ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടോളൂ, എക്സ് കെ എക്സ് സ്ക്വയർ എന്ന. അപ്പൊ എക്സ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ് ഫോഴ്സ്, ഇറ്റ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോഴ്സിന്റെ എഫക്റ്റിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. എവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്? ഇറ്റ് സ്റ്റാർട്ട്സ് മോഷൻ ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് മൂവ്സ് അപ് ടു എക്സ് ഇസ് ഈക്വൽ ടു 4 മീറ്റർ. അത്രയും സമയം മൂവ് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ആ പാർട്ടിക്കിളിൽ ചെയ്ത വർക്കാണ് നമുക്ക് കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതണം. സോ എ വേരിയബിൾ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ by the force during the displacement from x is equal to 0 to x is equal to 4 meter. Take k is equal to 1 Newton per meter square. K ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1 കോൺസ്റ്റന്റ് k ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 Newton per meter square എന്ന് പറഞ്ഞാൽ f is equal to x square എന്നർത്ഥം. ന്യൂമറിക്കലി f is equal to x square. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയല്ലോ, ആൻസർ ചെയ്യാം. അപ്പോൾ വർക്ക് ഡൺ കാണണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ നിന്ന് എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു 4. 0 മുതൽ 4 വരെ ആരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഫോഴ്സിനെ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫോഴ്സും എക്സിലാണ് തന്നിട്ടുള്ളത്, ഡിസ്പ്ലേസ്മെന്റും എക്സിലാണ്. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിലാണ്, 1 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് അർത്ഥം. ഈ പാർട്ടിക്കിൾ 1 ഡയമെൻഷണൽ മോഷൻ ആണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എക്സ് 0 എക്സ് ഈക്വൽ ടു 4ലേക്ക് മൂവ് ചെയ്യുന്നു. ഫോഴ്സും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതിൽ കൂടുതലൊന്നും തന്നിട്ടില്ല. അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് ഇൻറ്റു ഡി ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്ത് തന്നെയാണ്? അതിന്റെ തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. സോ എഫ് ഡോട്ട് ഡി എക്സ് എന്നാൽ എഫ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു കോസ് 0 എന്ന് വരും, വിച്ച് ഈസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഇന്റഗ്രൽ 0 ടു 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എടുത്തത്. ഇവിടെ ഇറ്റ് ഈസ് 1 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് ഫോഴ്സും and the displacement is force is assumed to be along positive x direction. Displacement is also along the positive x direction from x is equal to 0 to x is equal to 4. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം ഇത് വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ W is equal to integral 0 to 4 f of x dot vector f of x dot vector dx എന്ന് എഴുതണം, which is equal to integral 0 to 4 vector f of x f of x vector f of x ന്റെ മാഗ്നിറ്റ്യൂഡ് f of x into dx into cos 0 എന്ന് വരും, which is integral 0 to 4 f of x dx. cos 0 1 ആണല്ലോ. ആ റിസൾട്ട് ആണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. Actually, the work done is integral x1 to x2 vector f of x dot vector dx ആണ്. ഇവിടെ രണ്ടും തമ്മിലുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് ഞാൻ അതിനെ f of x dx എന്ന് എഴുതി. ഇത്രേ ഉള്ളൂ. ഇനി വാല്യൂ f of x എന്ന് പറയുന്നത് k x സ്ക്വയർ ആണ്, k 1 ആണെന്ന് പറഞ്ഞാൽ f of x സമം x സ്ക്വയർ എന്ന് എഴുതാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ f of x ന്റെ വാല്യൂ x സ്ക്വയർ എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ W is work done is equal to integral 0 to 4 x square dx. ഇത്തരം ഇന്റഗ്രേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വിശദമായി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്റഗ്രേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും.
So it is f of x is equal to x square എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ you will get x cube by 3 എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. The standard form, compare with the standard form, integral x raised to n dx ന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇന്റഗ്രൽ x raised to n dx എന്താണ്? It is x raised to n plus 1 by n plus 1. ആ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആ സ്റ്റാൻഡേർഡ് ഫോമുമായി കമ്പയർ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ x square dx നെ നമുക്ക് x cube by 3 എന്നാണ് കിട്ടുക. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to 4. സോ ഇറ്റ് ഈസ് 4 cube by 3 മൈനസ് 0 cube by 3 പറഞ്ഞാൽ 0. എക്സിന് 4 കൊടുത്താൽ 4 cube by 3 എന്ന് വരും, മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എക്സിന് 0 കൊടുക്കണം, 0 cube by 3 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. സോ ഇറ്റ് ഈസ് 4 cube by 3 മൈനസ് 0. 4 cube എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 64. സോ 64 by 3 ന്യൂട്ടൺ. സോ ദിസ് ഈസ് സോറി ന്യൂട്ടൺ അല്ല, യൂണിറ്റ് തെറ്റിയിട്ട് ഇറ്റ് ഈസ് ജൂൾ. ജൂൾ എന്നാക്കണം. വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾ ആണ്. സോ ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. So it is 64 by 3 joules. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് വേരിയബിൾ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടത് എക്സാമ്പിൾ 6.4 ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ 6.4 6.4 ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയണം, ചെയ്തു തരണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമൊക്കെയാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് 6.5 ആണ്. എക്സാമ്പിൾ 6.5 ആണ്. A woman pushes, question അല്ലെങ്കിൽ എക്സാമ്പിൾ 6.5 ആണ്. A woman pushes a trunk on a rough surface while applying a constant force of 100 Newton and moves 10 meter. Then the force is linearly reduced to 50 Newton. Total distance moved is 20 meter. The kinetic friction on the trunk is 50 Newton. Plot force displacement graph and work done by the two forces. Okay, question ഇതാണ്. A woman pushes a trunk on a rough surface. ഒരു ബ്ലോക്ക് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഒരു ട്രങ്ക് ഒരു ബോക്സ് പോലത്തെ ഒരു റഫ് സർഫസിൽ ട്രങ്ക് പുഷ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ആ വുമൺ അപ്ലൈ ചെയ്ത ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. ഒരു കോൺസ്റ്റന്റ് 100 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തിട്ട് ആ ട്രങ്ക് പുഷ് ചെയ്യുന്നു. അങ്ങനെ പുഷ് ചെയ്ത് 10 മീറ്റർ അത് നീക്കി. ആ റഫ് സർഫസിലൂടെ 10 മീറ്റർ അതിനെ തള്ളി നീക്കി ആ ട്രങ്കിനെ. അപ്പോ 10 മീറ്റർ ആ വുഡൻ പീസിനെ തള്ളി നീക്കി കഴിഞ്ഞപ്പോ ആ വുമൺ ഫോഴ്സിന്റെ അളവ് ഗ്രാജുവൽ ആയിട്ട് ലീനിയർ ആയിട്ട് കുറച്ചു. ഗ്രാജുവൽ ആയിട്ട് ക്രമമായ രീതിയിൽ കുറച്ചു. ഏതുവരെ ആക്കി? 50 ന്യൂട്ടൺ ആക്കി. അപ്പോഴും ഈ ഒബ്ജക്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അപ് ടു 10 മീറ്റർ, 0 to 10 meter, the force is constant at 100 Newton. And from 10 meter onwards, the force starts to decrease and it reached 50 Newton. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 20 മീറ്റർ ആണ് കവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 20 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതിൽ ആദ്യത്തെ 10 മീറ്റർ കോൺസ്റ്റന്റ് ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 10 മീറ്റർ മുതൽ 20 മീറ്റർ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റിൽ ഫോഴ്സ് ഇങ്ങനെ കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ഫോഴ്സ് ആണ്, വിച്ച് ഡിക്രീസസ് ഗ്രാജുവലി ടു 50 ന്യൂട്ടൺ. 100 ന്യൂട്ടണിൽ നിന്നും 50 ന്യൂട്ടൺ വരെ ക്രമമായി കുറഞ്ഞു വരുന്ന ഫോഴ്സ് ആണ് പിന്നെ അപ്ലൈ ചെയ്തത്. അങ്ങനെ അത് 10 മീറ്റർ കൂടി മൂവ് ചെയ്തു, ടോട്ടൽ 20 മീറ്റർ മൂവ് ചെയ്തു. അപ്പൊ ആ റഫ് സർഫസിലാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെയുള്ള കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ ട്രങ്കിന്റെ മോഷനെതിരായിട്ട് വരുന്ന കൈനറ്റിക് ഫ്രിക്ഷന്റെ ഫോഴ്സ് 50 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ളത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരക്കണം, വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് കാണണം, രണ്ട് ഫോഴ്സ് ചെയ്ത വർക്കും കാണണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ?
ഒരു വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ട്രങ്ക്, എന്തോ ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റ് ഒരു റഫ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യാൻ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, ഒരു 10 മീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് അത് മൂവ് ചെയ്തു. പിന്നെ ആ 10 മീറ്റർ കഴിഞ്ഞതിന് ശേഷം ആ ഒബ്ജക്റ്റ് വീണ്ടും പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെ ഫോഴ്സ് ഇങ്ങനെ കുറക്കുകയാണ്. അതിന്മേൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് കുറച്ചു കൊണ്ടുവരിക, ഗ്രാജുവലി കുറച്ചുകൊണ്ട്, അപ്പോഴൊക്കെ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ആ 10 മീറ്റർ മുതൽ അടുത്ത 20 മീറ്റർ വരെ ആ ഫോഴ്സ് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് 50 ന്യൂട്ടൺ ആയിട്ടുണ്ട്. വെൻ ദി ഒബ്ജക്ട് ഈസ് അറ്റ് 20 മീറ്റർ, the force becomes 50 Newton, decreases to 50 Newton from 100 Newton. 100 ന്യൂട്ടൺ ഉണ്ടായിരുന്നത് കുറഞ്ഞ് 50 ന്യൂട്ടൺ ആയി ഈ 10 മീറ്റർ കഴിഞ്ഞ് 20 മീറ്ററിൽ എത്തിയപ്പോഴേക്ക്. 10 മീറ്റർ വരെ കോൺസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ, അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ കൈനറ്റിക് ഫ്രിക്ഷൻ 50 ന്യൂട്ടൺ ആണ്. സോ ഫസ്റ്റ് വി ഡ്രോ ദി ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്നു, ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കാണിക്കുന്നു, വെർട്ടിക്കൽ ആക്സിസിൽ ഫോഴ്സ് അത് നമുക്ക് മാർക്ക് ചെയ്യാം. 50 ന്യൂട്ടൺ ആണ്, പിന്നെ ഒന്ന് 100 ന്യൂട്ടൺ ഉണ്ട്, -15 ന്യൂട്ടൺ ഉണ്ട്. എന്തിനായി -15 ന്യൂട്ടൺ മാർക്ക്? ബിക്കോസ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. അത് 50 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, പക്ഷെ അത് -50 മാർക്ക് ചെയ്യുക. കാരണം എന്താണ്? ഈ ലേഡി അപ്ലൈ ചെയ്യുന്ന വുമൺ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ആയിട്ട് എടുത്താൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അതിന് മൈനസ് ആകണം, നെഗറ്റീവ് ആകണം. അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ. ഓക്കെ, അപ്പോ നോക്കുക, നിങ്ങൾ ആദ്യം 100 ന്യൂട്ടൺ ആയിരുന്നു, 10 മീറ്റർ എത്തിയപ്പോൾ അത് കുറയാൻ തുടങ്ങി, 20 മീറ്റർ വരെ വന്നു. 20 മീറ്റർ ആയപ്പോഴേക്ക് അത് 50 ന്യൂട്ടണിലേക്ക് കുറഞ്ഞു. ഇതാണ് അതിന്റെ ശരിയായ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. നോക്കുക, ആദ്യം ഒരു 0 മീറ്ററിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോഴ്സ് ഒക്കെ 100 ന്യൂട്ടൺ കോൺസ്റ്റന്റ് ആണ് അപ് ടു ബി. എ ടു ബി റെപ്രസെന്റ്സ് ദി മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ഫോഴ്സ് 100 ന്യൂട്ടൺ, ദാറ്റ് ഈസ് അപ് ടു 10 മീറ്റർ, 10 മീറ്റർ വരെ. 10 മീറ്റർ കഴിയുമ്പോൾ ബി ടു സി റെപ്രസെന്റ്സ് ദ ഫോഴ്സ്, ദ ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ഫോഴ്സ് ഫ്രം 100 ന്യൂട്ടൺ ടു 50 ന്യൂട്ടൺ. 100 ന്യൂട്ടണിൽ നിന്നും 50 ന്യൂട്ടൺ ആയി കുറയുന്നതാണ് ബി ടു സി റെപ്രസെന്റ് ചെയ്തത്. അത് 10 മീറ്റർ മുതൽ 20 മീറ്റർ വരെ ഇത്രയാണുള്ളത്. അതോടൊപ്പം തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും -50 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ ഈ അടിയിലുള്ള ഈ വര കാണിക്കുന്നത്. ജി ഡി എന്ന് പറയുന്ന ലൈൻ റെപ്രസെന്റ്സ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫായി. ഇനി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സസ്, രണ്ട് ഫോഴ്സ് ആണുള്ളത്, ഒന്ന് അപ്ലൈഡ് ഫോഴ്സ്, ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫസ്റ്റ് യു കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അപ്ലൈഡ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ എ ബി സി എന്ന് പറയുന്ന ലൈനും ഈ എക്സ് ആക്സിസും തമ്മിലുള്ള ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾക്ക് കാണേണ്ട ഏരിയ എ ബി സി എൻ ഒ എ ബി സി എൻ ഒ എ. അത് കാണണമെങ്കിൽ നമ്മൾ ഈ സ്ക്വയറും ഈ റെക്ടാങ്കിളും ഈ ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടാൽ മതി. എ ബി എഫ് ഒയുടെ ഏരിയ പ്ലസ് ഇ സി എൻ എഫിന്റെ ഏരിയ പ്ലസ് ബി ഇ സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ, അത്രയും കണ്ടാൽ മതി. സോ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഏരിയ എ ബി സി എൻ ഒ എ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ആ ഏരിയ കാണാൻ പോകണം. ആദ്യം ഇതിന്റെ ഏരിയ കാണാം, ഈ ചതുരത്തിന്റെ എ ബി എഫ് ഒയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം സമചതുരല്ല, ഇതിന്റെ ഒരു ഭാഗം 10 മീറ്റർ, ഒരു ഭാഗം 100 ന്യൂട്ടണുമാണ്. സോ 100 into 10, സോ 100 into 10 എന്ന് വരും. 10 into 100 ഈ ഏരിയ, ഫസ്റ്റത്തെ ഏരിയ. പ്ലസ് ഇനി ഈ ചെറിയ ചതുരത്തിന്റെ ഏരിയ കാണണം. ഇതിന്റെ ഈ സൈഡ് 20 മൈനസ് 10 പറയുമ്പോൾ 10 മീറ്റർ ആണ്, ഈ സൈഡ് 50 മീറ്ററുമാണ്. സോ 10 into 50 എന്ന് വരും. അതാണ് എഴുതിയത്, 10 into 50. ഈ ചെറിയ ചതുരത്തിന്റെ എൻ സി ഇ എഫ് എൻ എന്ന് പറയുന്ന ഈ ചതുരത്തിന്റെ ഏരിയയാണ് ഈ 10 into 50. പ്ലസ് ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം, ബി സി ഇ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി ഇ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. അത് ഹാഫ് ബി എച്ച് ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ഇ ടു സി എന്ന് പറഞ്ഞാൽ 10 മീറ്റർ. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇ ബി എന്ന് പറഞ്ഞാൽ 100 മൈനസ് 50, ദാറ്റ് ഈസ് ദിസ് ഹൈറ്റ് ഈസ് 50 മീറ്റർ. സോ ഹാഫ് ഇൻറ്റു 10 into 50. ഇതെല്ലാം കൂടി ചെയ്താൽ 1750 ജൂൾ എന്ന് കിട്ടും. 1750 ജൂൾ. സോ ഈ 1750 ജൂൾ ആണ് ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് 1750 ജൂൾ ആണ്. 1750 ജൂൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഡയഗ്രാം വരക്കണം, മറന്നു പോകരുത്.
ഈ ഇക്വേഷനും കാര്യങ്ങളൊക്കെ എഴുതി ഫൈനൽ ആൻസർ 1750 ജൂൾ. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തിട്ടല്ല ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്തത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടില്ല, ഫോഴ്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടല്ല തന്നത്, ഫോഴ്സ് ഗ്രാഫ് വരക്കാൻ പറ്റിയ രീതിയിലാണ് തന്നത്. അതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരച്ചു, അതിന്റെ ഏരിയ കണ്ടു. ഫോഴ്സിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടതുള്ളൂ. മാത്രമല്ല അവിടെ ഏരിയ കാണാൻ പറ്റുന്ന ഷേപ്പുകളാണെല്ലാം. ഇനി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണണം. ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ജി ഡി ആണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈന്. സോ ഏരിയ ജി ഡി എൻ ഒ അല്ലെങ്കിൽ ഒ എൻ ഡി ജി, ഈ ചതുരത്തിന്റെ ഏരിയ ആണ് വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിന്റെ ഏരിയ കണ്ടാൽ അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടൺ, -50 എന്ന് വരും. നീളം എന്ന് പറയുന്നത് 20 മീറ്റർ എന്ന് വരും. സോ -15 × 20, സോ -1000 ജൂൾ. 1750 ജൂൾ പ്ലസ് 1750 ജൂൾ വർക്കാണ് ആര് ചെയ്തത്? അപ്ലൈഡ് ഫോഴ്സ് ചെയ്തത്. -1000 ജൂൾ വർക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്തത്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എഗെയിൻസ്റ്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഒബ്ജക്ട് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈ കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എതിർ ദിശയിലാണ് വസ്തു മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവായി മാറിയത്. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വർക്ക് ഇസ് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, 1750 joule is the work done by the applied force and -1000 joule is the work done by frictional force on the particle, on the trunk. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യണം, മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയും വേണം. മുൻപ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 6.5 ആണ്, 6.5. ഓക്കെ, ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ഈസ് ദി വർക്ക് എനർജി തിയറം ഫോർ വേരിയബിൾ ഫോഴ്സ്. വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ് നമ്മൾ ചെയ്തതാണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആൻഡ് ഇൻ വൺ ഡയമെൻഷൻ, അതാണ് നമ്മൾ ചെയ്തത്. ഒരു വൺ ഡയമെൻഷണൽ മോഷന്റെ കേസിൽ കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കേസാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. v² = u² + 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് കൈനറ്റിക് എനർജി തിയറം ഈസി ആയിട്ട് പ്രൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ജനറൽ കേസ്, എനി ഡയമെൻഷൻ എനി വേരിയബിൾ ഫോഴ്സ്, അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രൂഫ് ഉണ്ട്, അതെല്ലാ രീതിയിലല്ല ഞാൻ ചെയ്തത്, ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തത്. ഒരു വെക്ടർ ഐഡന്റിറ്റി കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഏതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ,
Consider a particle with mass m moving under a force f of r. F of r എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്. r എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെക്കൻഡ് വൺ ഡയമെൻഷനിൽ നിന്ന് ഞാൻ മാറിയതാണ്. സോ ഇറ്റ് ഈസ് ഇൻ ജനറൽ r ഈസ് the force depends on the position vector r. വസ്തുവിന്റെ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോഴ്സ് ആണ്. സോ ഇറ്റ്സ് എ വേരിയബിൾ ഫോഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഫ് ഓഫ് ആറിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് എല്ലായിടത്തും എഴുതാം. ഒരു വൺ ഡയമെൻഷന്റെ എഫക്റ്റ് ആണ് അവിടെ ഉള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നത്. എഫ് ഓഫ് ആർ മീൻസ് ഇൻ ജനറൽ 3 dimension. So moving under a force f of r, then the Newton's second law is f of r is equal to ma. F is equal to ma എന്നതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. അതാണ് എഴുതിയത്. f of r is equal to ma, mass into acceleration. എല്ലാവർക്കും അറിയാം. So എഴുതുക, for a particle with mass m moving under a force f of r, f of r ന് പ്രയാസം എഴുതുന്നുണ്ടെങ്കിൽ f of x എന്നും എഴുതാം. സെക്കൻഡ് ലോ is f of r in vector f of r is equal to ma. So f is equal to ma എന്നുള്ള സെക്കൻഡ് ലോയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. എഴുതിയല്ലോ. സോ എം എ ആക്സലറേഷൻ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. വി വെക്ടർ ആണ്, എഫ് വെക്ടർ ആണ്. സോ എഫ് ഇസ് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ആക്സലറേഷൻ ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് അത് നോക്കണം. ഞാൻ രണ്ട് ഭാഗത്തും വെലോസിറ്റി കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. എഫ് ഓഫ് ആർ ഡോട്ട് വി കണ്ടു. എഫ് ഓഫ് ആർ എം ഡി വി ബൈ ഡി ടി ആണ്. നൗ ഐ എം ലുക്കിംഗ് ഫോർ എഫ് ഓഫ് എഫ് ഡോട്ട് വി. വട്ട് ഈസ് എഫ് ഡോട്ട് വി എന്നാണ്. സോ എഫ് ഡോട്ട് വി എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഡോട്ട് വി എന്നാണല്ലോ, ബിക്കോസ് എഫ് ഇസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഡോട്ട് വി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഡോട്ട് വി. എഫ് ഡോട്ട് വി ഇസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ വി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഡോട്ട് വി. വി വെക്ടർ ആണ്, എഫ് വെക്ടർ ആണ്. വെക്ടർ ചിഹ്നം മറക്കരുത്. ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു. ഫോഴ്സിന്റെ വെലോസിറ്റിയുമായിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു. നമ്മൾ സെക്കൻഡ് ലോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എഫ് ഡോട്ട് വി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഡോട്ട് വി. ഇതിലാർക്കും സംശയം ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യാലോ. എന്തിനാന്നുള്ളത് പിന്നീട് മനസ്സിലാവും. ഈ വർക്ക് കൈനറ്റിക് എനർജി വരണമല്ലോ ഇതിൽ. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്താണ്. എഫിന് പകരം എഫ് ഡോട്ട് വി കണ്ടു ഞാൻ. ഇനി നമ്മൾക്കൊരു വെക്ടർ ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങൾ വെക്ടർ അനാലിസിസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ബട്ട് ഇത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, നോട്ട് ചെയ്തേ വെക്കുക. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇതെന്താന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിലെന്താ പ്രത്യേക ഐഡന്റിറ്റി, ഇത് ശരിയനല്ലേ. അങ്ങനെയല്ല. ദിസ് stands for the derivative of a vector a, d by dt of vector a dot that vector a. That is d by dt of vector a dot a is equal to a magnitude of a into d by dt of the magnitude of a. ഒരു വെക്ടറിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അതിനെ ആ വെക്ടർ കൊണ്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു അതേ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഡെറിവേറ്റീവ്. ഇതാണ് ഈ ഐഡന്റിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാവുന്നതാണ്. എന്ന് തിരിച്ചും പറയാം, എ ഡോട്ട് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ഡി എ ബൈ ഡി ടു എന്ന് എഴുതാം, ബിക്കോസ് ഡോട്ട് പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കാരണം എ ഡോട്ട് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് എ തുല്യമാണ്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെയും എഴുതാം, എ ഡോട്ട് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ഡി എ ബൈ ഡി ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡി എ ബൈ ഡി ടി ഡോട്ട് എ വെക്ടർ എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി എ ബൈ ഡി ടി. ഈ ഭാഗത്ത് ഡോട്ട് പ്രോഡക്റ്റ് ഇല്ല, മാഗ്നിറ്റ്യൂഡ്സ് ആണുള്ളത്. ഡി എ ബൈ ഡി ടി ഇസ് അഗൈൻ, എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണ്. സോ ഡി എ ബൈ ഡി ടി ഒരു നമ്പർ സ്കെയിലാർ ആണ്. എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണ്, ഈ എ അതും ഒരു സ്കെയിലാർ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു സ്കെയിലാർസ്. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. ഈ സൈഡിൽ വരുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, ഈ സൈഡിൽ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു സ്കെയിലാർ. അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റിയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ ഐഡന്റിറ്റി. നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാം. ഡി വെക്ടർ ഫോർ എനി വെക്ടർ എ, ഡി എ ബൈ ഡി ടി ഡോട്ട് എ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അങ്ങനെയാണ് ഇത് വായിക്കാൻ. അപ്പൊ ഈ ഐഡന്റിറ്റി എല്ലാവരും ഒന്ന് സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിടണം. ഇതാണ് ഇനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ ഈ ഫോം വരുന്നുണ്ടോന്ന് ഉണ്ട്. ഇവിടെയാണ് വരുന്നത്, ഡി വി ബൈ ഡി ടി ഡോട്ട് വി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്.
dv by dt dot v. d by dt of vector v dot product with vector v. അത് ഇതേ ഫോമാണ്. So this can be replaced using this equation. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇത് നമുക്ക് എന്ത് എഴുതാം? v dv by dt dot v dv by dt into v എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ്സിന്റെ ടേമിൽ എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് v into dv by dt എന്ന് എഴുതാം. അതാണ് ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്. Therefore dv by dt dot vector v is equal to v into d. ശ്രദ്ധിക്കുക, പറയുമ്പോൾ ഒരേപോലെ തന്നെയാണ്, പക്ഷെ എഴുതുമ്പോഴാണ് ആ വ്യത്യാസം മനസ്സിലായി. ഇവിടെയൊക്കെ വെക്ടർ ആണ്, ഇവിടെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി. ഓക്കെ, അപ്പൊ ഇത് മാറ്റിയിട്ട് ഇനി ഇത് എഴുതണം. അതിന് നമ്മൾ കൊണ്ടുവന്ന ഒരു ഐഡന്റിറ്റി ആണ് ഇത്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എ ഇസ് വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ എന്ന് എടുത്തിട്ട് ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എ എക്സ് ഐ ഡി എ എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി എ വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി ഐ സെഡ് ബൈ ഡി ടി കെ എന്നൊക്കെ എടുത്തിട്ട് ഈ എൽ എച്ച് എസ് ചെയ്ത് നോക്കിയാൽ ഇതാണെന്ന് കാണാൻ പറ്റും. പ്രൂവ് ചെയ്യാം, ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഈ റിസൾട്ട് ഓർത്തിരുന്നാം. അപ്പൊ ഡി വി ബൈ ഡി ടി ഡോട്ട് വിനെ നമുക്ക് വി ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇത് എന്താ പറ്റും? എഫ് ഡോട്ട് വി ഇസ് ഈക്വൽ ടു എം വി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ശരിയാണല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഈ ഡി വി ബൈ ഡി ടി ഡോട്ട് വിനെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇതുപോലെ എഴുതി എ ഡി എ ബൈ ഡി ടി ഫോമിലാക്കിയിട്ട് എഴുതി. അപ്പോൾ എഫ് ഡോട്ട് വി ഇസ് ഈക്വൽ ടു എം വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ആർ എച്ച് എസിൽ ദർ ഇസ് നോ വെക്ടർ, എൽ എച്ച് എസിൽ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇനി വെലോസിറ്റി നമ്മൾക്ക് വീണ്ടും ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. വെലോസിറ്റി ഈസ് ദി റേറ്റോ, അല്ലെങ്കിൽ വി ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഈ എഫ് ഓഫ് എക്സ് ആണ് എടുത്തെങ്കിൽ യു ക്യാൻ റൈറ്റ് വെലോസിറ്റി വി വെക്ടർ വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഞാൻ എഫ് ഓഫ് ആർ 3 ഡയമെൻഷനിലുള്ള ഫോഴ്സ് ആണ് എടുത്തത്, സോ ഇറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പൊ അത് ഇവിടെ എഴുതാം. എഫ് ഡോട്ട് വിക്ക് പകരം ഞാൻ ഡി ആർ ബൈ ഡി ടി എന്ന് കൊടുക്കും. സോ ദെയർഫോർ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇപ്പോഴാണ് അതിന്റെ ആ ബ്യൂട്ടി, രണ്ട് ഭാഗത്തും ഡി ബൈ ഡി ടി വന്നു. ഇനി രണ്ട് ഭാഗവും അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ കാര്യം ശരിയായി. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ഇവിടെ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ വർക്കാണ്. ഇവിടെ എം വി ഡി വി എന്ന് പറയുന്നതിനെ നമ്മൾക്ക് കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റാൻ കഴിയും ഇന്റഗ്രേഷനിൽ. അത് നമ്മൾക്ക് ഏതാണ്ട് ആൻസറിന്റെ അടുത്തെത്തിയെന്ന് ഈ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഈ രണ്ട് ഡി ടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. രണ്ട് ഭാഗത്തും ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എം വി ഡി വി എന്ന് വരും. സോ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എം വി ഡി വി. ഇനി നമ്മൾ ലെറ്റ് ദി പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം പൊസിഷൻ വെക്ടർ r1 ടു r2 ആൻഡ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം v1 ടു v2. ഈ r1 r2 v1 v2 വെക്ടർ. ഇനി ബോത്ത് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ സൈഡിൽ കൊടുക്കുമ്പോൾ r1 r2 മാഗ്നിറ്റ്യൂഡിൽ കൊടുക്കണം, ഈ സൈഡിൽ അത് വെക്ടറിനായിട്ട് കൊടുക്കും. അപ്പൊ എഫ് ഡോട്ട് ഡി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എം വി ഡി വി എന്ന ഇക്വേഷന്റെ രണ്ട് ഭാഗവും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഫ്രം എൽ എച്ച് എസിൽ ആർ ആണ് വേരിയബിൾ, അതുകൊണ്ട് എൽ എച്ച് എസിൽ ആ പൊസിഷൻ വെക്ടർ ഫ്രം r1 ടു r2. ഇനി ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് മൂവിങ് അണ്ടർ എ ഫോഴ്സ് എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പാർട്ടിക്കിൾ r1 എന്ന ഇനീഷ്യൽ പൊസിഷൻ വെക്ടറിൽ നിന്നും r2 എന്നൊരു ഫൈനൽ പൊസിഷൻ വെക്ടറിലേക്ക്, അല്ലെങ്കിൽ r1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഇനീഷ്യൽ പോയിന്റിൽ നിന്നും r2 എന്ന പൊസിഷൻ വെക്ടർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തു അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി ഫോഴ്സ് എഫ് ഓഫ് ആർ. അപ്പൊ ഈ ഭാഗം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ r1 ടു r2 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ്. കറസ്പോണ്ടിങ് ആയിട്ട് r1 ആയിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി വാസ് v1, and when it reaches r2 the velocity of the particle was v2. അതാണ് v1 v2. r1 ആയിരുന്നപ്പോൾ ഉള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി v1, r2 എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് v2 എങ്കിൽ RHS ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് ഫ്രം v1 ടു v2 ആണ്. കാരണം LHS r1 എന്ന് പറയുന്ന പൊസിഷനിൽ ആ കറസ്പോണ്ടിങ് വെലോസിറ്റി ആണ് ഇവിടെ RHS കൊടുക്കേണ്ടത്. അപ്പൊ r1 വെലോസിറ്റി v1 ആണ്. സോ LHS ഇന്റഗ്രേഷൻ ഫ്രം r1 ടു r2 ബിക്കോസ് ദി വേരിയബിൾ ദർ ഈസ് dr. And on the RHS the integration is with respect to dv, അല്ലെങ്കിൽ വെലോസിറ്റിയിലാണ്. dv ആണ് അവിടുത്തെ വേരിയബിൾ, അല്ലെങ്കിൽ ഇൻഫിനിറ്റിസിമൽ വേരിയബിൾ. വെലോസിറ്റി ആണ് അവിടെ വേരിയബിൾ. അപ്പൊ അവിടെ വെലോസിറ്റിയുടെ വാല്യൂസ് ആണ് ലിമിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഏത് വാല്യൂസ്? LHS r1 മുതൽ r2 വരെയാണെങ്കിൽ r1 വെലോസിറ്റി മുതൽ r2 ഉണ്ടായിരുന്ന വെലോസിറ്റി വരെയാണ് RHS ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാം. സോ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, integral r1 to r2 f of r dot dr is equal to integral v1 to v2 mv dv. അപ്പൊ ഞാൻ ഈ LHS അതേപോലെ അവിടെ നിർത്തി.
ഈ സാധനം ഈ ഇന്റഗ്രേഷൻ നടത്താൻ പോവാണ്. സോ ഇന്റഗ്രൽ v1 to v2 mv dv എന്ന് പറയുന്നതിൽ m ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് m ഇൻറ്റു ഇന്റഗ്രൽ v1 to v2 v dv എന്ന് വരും. ഇത് എക്സ് ഡി എക്സ് ഫോമിലാണ്, ഇന്റഗ്രൽ എക്സ് ഡി എക്സിന്റെ ഫോമിലാണ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഫോമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോം എക്സ് റൈസ് ടു എൻ ഡി എക്സ്, ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ എക്സ് റൈസ് ടു എൻ ഡി എക്സുമായി കമ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ളതിന് കിട്ടുക എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. അപ്പൊ ഇവിടെ വി ഡി വി അതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സിന്റെ സ്ഥാനത്ത് വി ആണെന്നേ ഉള്ളൂ. വി ഡി വിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് എം വി സ്ക്വയർ ബൈ 2. നിങ്ങൾക്ക് വി സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടുക. ഈ എം കൊണ്ട് വന്നാണ്, എമ്മിന് കഴിച്ച ബ്രാക്കറ്റ് ഇട്ടാൽ മതി, കുഴപ്പമില്ല. വി സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടുക. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യും. വി സ്ക്വയർ ബൈ 2ന് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രം v1 to v2 ലിമിറ്റ് അപ്ലൈ ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ഹാഫ് എം v2 സ്ക്വയർ, ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, മൈനസ് ഹാഫ് എം v1 സ്ക്വയർ എന്നാണ്. അപ്പൊ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ഒരു ഭാഗത്ത് കിട്ടി. നമ്മൾ വർക്ക് എനർജി തിയറത്തിന്റെ ഒരു പാർട്ട് കിട്ടിക്കഴിഞ്ഞു. ആർ എച്ച് എസിലുള്ള ഈ ആർ എച്ച് എസിന്റെ ഇന്റഗ്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ you will get the change in kinetic energy. Half m v2 square minus half m v1 square is nothing but change in kinetic energy when the particle moves from r1 to r2. പാർട്ടിക്കിൾ r1 ൽ നിന്നും r2ലേക്ക് മൂവ് ചെയ്തപ്പോൾ അതിന്റെ കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ വ്യത്യാസമാണ് ഈ ഇന്റഗ്രൽ എം വി ഡി വി എന്ന് പറയുന്നതിന്റെ ഫൈനൽ റിസൾട്ട് ആയിട്ട് കിട്ടിയത്. ഓക്കെ, നമ്മൾ ഇന്റഗ്രൽ r1 to r2 എഫ് ഡോട്ട് ഡി ആറിനെ ഒന്നും ചെയ്തിട്ടില്ല, അത് അതുപോലെ നിലനിർത്തി. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ v1 to v2 എം വി ഡി വി എന്നായിരുന്നു ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന്റെ ആർ എച്ച് എസിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താണിത്. വിച്ച് വിൽ ഗിവ് യു ഹാഫ് എം വി 2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ എഴുതുക. ഇനി നമ്മൾ അതിന്റെ എൽ എച്ച് എസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ r1 to r2 എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു സോറി ഇന്റഗ്രൽ ഇതന്നെ ഒന്നും കൂടി ഒതുക്കി എഴുതിയതാണ്. ഇന്റഗ്രൽ r1 to r2 എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി 2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക്. ഈ ഇന്റഗ്രൽ ഈസ് ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഈ ഇന്റഗ്രൽ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതെന്താണ്, വർക്ക് ഡൺ ഇൻ മൂവിംഗ് ദി പാർട്ടിക്കിൾ ഫ്രം r1 to r2 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ മൂവിംഗ് ദി പാർട്ടിക്കിൾ ഫ്രം r1 to r2 is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് കിട്ടി. അങ്ങനെ വർക്ക് എനർജി തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ഈ സ്റ്റെപ്പ് എത്തിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. വർക്ക് എനർജി തിയറം ഇസ് പ്രൂവ്ഡ്. ഇനി നമുക്കറിയാം ഇന്റഗ്രൽ r1 to r2 എഫ് ഓഫ് ആർ ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു കോമ ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് ദി പാർട്ടിക്കിൾ ഫ്രം r1 to r2. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡെഫിനേഷൻ ഓഫ് ദി വർക്ക് ആണ്. x1 to xi to xf f of x dx എന്ന് നമ്മൾ എഴുതി. അതേപോലെ 3 ഡയമെൻഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ r1 to r2 ഇന്റഗ്രൽ r1 to r2 f of r dot dr അതാണ് വർക്ക് ഡൺ. അപ്പോൾ the work done in moving the particle from r1 to r2 is ആണ് ഇത്. w is equal to integral r1 to r2 f of r dr which is equal to half m v2 square minus half m v1 square is equal to change in kinetic energy. So the total work done, W is the total work done, is equal to change in kinetic energy. This is how you will prove the work energy theorem for a three-dimensional case. Three-dimensional case force in dimension എന്നുള്ള restriction മാറ്റി 3 dimension ആക്കി, constant force എന്നുള്ളത് variable force ആക്കി. So this is the most general proof for the work energy theorem. It's the most general proof for the work energy theorem. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചൊരു ഐഡന്റിറ്റി ഉണ്ട്, മറക്കരുത്. d vector dA by dt dot vector A is equal to by dt where A represents the magnitude of vector. ഈ ഐഡന്റിറ്റി സിമ്പിൾ ആണ്, ഓർത്തെടുക്കാൻ ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഐഡന്റിറ്റി വെച്ച് ചെയ്തത് ഈ ഡെറിവേഷൻ. So this is the most general derivation for work energy theorem, for work kinetic energy theorem. ഇതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നത്തേക്ക് വെക്കണ്ട. നിങ്ങൾ പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാത്ത സ്റ്റെപ്പുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കിട്ടിയത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്താലും മതി, എനിക്ക് കാണാനാവും. ഇപ്പോൾ
പെട്ടെന്ന് എഴുതണം, നോക്കി മനസ്സിലാക്കി ചെയ്യാം. ഡെറിവേഷന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ പറയാൻ ആരോ ഒരാൾ കൊണ്ട് ചോദിക്കുന്നുണ്ട്. So let me explain once more. ഒരു പാർട്ടിക്കിള് m മാസുള്ള ഒരു പാർട്ടിക്കിള് വിച്ച് ഈസ് മൂവിങ് അണ്ടർ എ ഫോഴ്സ് F. 3 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ എഫ് ഓഫ് ആർ എന്നിട്ടത്. വേണം, അത് നിങ്ങൾ കാര്യമാക്കണം എന്നില്ല. ഫോഴ്സ് F. അപ്പോ ആ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു എം എ. അതാണ് എഴുതിയത്. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഒക്കെ വെക്ടറാണ്, എം ഒഴികെ ഒക്കെ വെക്ടറാണ്. ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. സോ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന് എഴുതി. അപ്പൊ ഇതിന് ഞാൻ എഫ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി എന്ന് എഴുതി. എം എക്ക് പകരം എക്ക് പകരം ഡി വി ബൈ ഡി ടി കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് കാണുന്നതിന് എഫ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം. ഐ എം ലുക്കിംഗ് ഫോർ, ഞാൻ കാണാൻ പോകുന്നത് എഫ് ഡോട്ട് വി കാണാം. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വർക്ക് കൈനറ്റിക് എനർജി തിയറത്തിന്റെ ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ദിസ് ഈസ് സെക്കൻഡ് ലോ. അപ്പൊ എഫ് ഡോട്ട് വി ഞാൻ കാണാൻ പോവാണ്. എഫ് ഡോട്ട് വി എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ എഫ് ഡോട്ട് വി എടുക്കുമ്പോൾ ഇവിടെയും ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് വി എടുക്കണം. സോ എഫ് ഡോട്ട് വി ഈക്വൽ ടു എഫിന് പകരം എന്ത് കൊടുക്കാം, എം ഡി വി ബൈ ഡി ടി എന്ന് കൊടുക്കാം. സോ എം ഡി വി ബൈ ഡി ടി ഡോട്ട് വി. ഇത് നിങ്ങൾ ഓർത്ത് തന്നെ ഇരിക്കണം. ദ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഈസ് ടു ടേക്ക് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് വി. എഫ് ഡോട്ട് വി കാണുന്നത്. അപ്പൊ എഫ് ഡോട്ട് വി കാണുമ്പോൾ ഇറ്റ് ഈസ് എം ഡി വി ബൈ ഡി ടി ഡോട്ട് വി. ഇനി ഞാൻ ഒരു വെക്ടർ ഐഡന്റിറ്റി പറഞ്ഞു തരാണ് നിങ്ങൾക്ക്. നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് കാണാതെ വൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഐഡന്റിറ്റി. That is vector dA by dt dot vector A is equal to A into magnitude of A into magnitude of A ന്റെ derivative of magnitude of A to d by dt of magnitude of A. അതായത് വെക്ടർ dA by dt dot A is equal to A into dA by dt. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ഒന്നുമില്ല. ഈ RHS A ന്റെ മാഗ്നിറ്റ്യൂഡ് ആണിത്. ഇതും A ന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യും. ഈ ഐഡന്റിറ്റി ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നതാണ്. ഈ ഐഡന്റിറ്റി ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. ഇവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എവിടെയാണ്, ഡി വി ബൈ ഡി ടി ഡോട്ട് വി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതേ ഫോമിലാണ്. അപ്പൊ ഈ ഡി ബൈ ഡി ടി ഓഫ് വെക്ടർ വി ഡോട്ട് വി എന്നുള്ള ഈ ഒരു ടേമിനെ എനിക്ക് ഇതുപോലെ മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ എനിക്ക് ഡി വി ബൈ ഡി ടി ഡോട്ട് വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഇവിടെയും RHS വെക്ടർ അല്ല, വി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ്. ഇവിടെ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ്. ഇത് വെലോസിറ്റി വെക്ടർ, ഇത് വെലോസിറ്റി വെക്ടർ. സോ ഡി വി ബൈ ഡി ടി ഡോട്ട് വെക്ടർ വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പൊ ഇത് ഇവിടെ എഴുതുകയാണ് ഞാൻ. ഇതിന് പകരം ഈ ടേം റീപ്ലേസ് ചെയ്യാം. അപ്പൊ എഫ് ഡോട്ട് വി എന്ന് പറയുന്നത് എന്താവും, എം വി ഇൻറ്റു എം ഇൻറ്റു വി ഡി വി ബൈ ഡി ടി എന്ന് എഴുതും. ഇനി വെലോസിറ്റി വി എന്ന് പറയുന്നത്, വെലോസിറ്റി വെക്ടർ വി എന്ന് പറയുന്നതിനെ ഞാൻ LHS മാത്രം, RHS മാറ്റുന്നില്ല കേട്ടോ. LHS വെലോസിറ്റി വെക്ടറിനെ, RHS വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ. LHS വെലോസിറ്റി വെക്ടറിനെ ഞാൻ ഡി ബൈ ഡി ടി ഓഫ് ദി പൊസിഷൻ വെക്ടർ ആർ ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ആർ ബൈ ഡി ടി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി എന്നൊക്കെ. വെലോസിറ്റി വി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ദി പൊസിഷൻ വെക്ടർ ആർ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, എഫ് ഡോട്ട് വിക്ക് പകരം എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതും. സോ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇസ് എം വി ഡി വി ബൈ ഡി ടി. ഇനി നോക്കൂ, ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു ഡി ടി ഉണ്ട്, ഇവിടെയും ഡി ടി ഉണ്ട്. രണ്ട് ഭാഗത്തും ഡി ടി കൊണ്ട് ഗുണിച്ചാൽ ഡി ടി ആൻഡ് ഡി ടി ക്യാൻസൽ. വാട്ട് റിമൈനിങ് ഈസ് എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എം വി ഡി വി എന്ന് കിട്ടും. എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എം വി ഡി വി. ഇവിടെയും ഡി ടി കൊണ്ട് ഗുണിക്കുക, ഇവിടെയും ഡി ടി കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് ഭാഗം കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടിന്റെ ഇന്റഗ്രൽ എടുത്താൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്നാണല്ലോ കിട്ടുക. അങ്ങനെയാണല്ലോ എഴുതുക. ഇവിടെ എം വി ഡി വി ബൈ ഡി ടിന്റെ ഇന്റഗ്രൽ എടുത്താൽ എം വി ഡി വി ഇന്റഗ്രൽ എം വി ഡി വി എന്ന് എഴുതും. അതാണ് ഇനി എഴുതിയിട്ടുള്ളത്. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എം വി ഡി വി എന്ന് കിട്ടി. ഇനി ദ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം പൊസിഷൻ വെക്ടർ. ഇവിടെ നമ്മൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എവിടം വരെയുള്ള മോഷനാണ് നമ്മൾ പരിഗണിക്കുന്നത്. സപ്പോസ് വി ആർ ഒബ്സർവിംഗ് ദി മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം ആൻ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ R1. ഇനീഷ്യലി അത് R1 എന്നുള്ള പൊസിഷൻ വെക്ടർ ആയിരുന്നു, അതിന്റെ പൊസിഷൻ വെക്ടർ R1 ആയിരുന്നു. ആൻഡ് ഇറ്റ് മൂവ്സ് ടു സം അതർ പോയിന്റ് ആൻഡ് ഇൻ ദി ന്യൂ പൊസിഷൻ ഇറ്റ്സ് പൊസിഷൻ വെക്ടർ ഈസ് വെക്ടർ R2.
R1-ലായിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി V1 ആയിരുന്നു, R2-ലായിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി V2 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പൊസിഷൻ വെക്ടർ ചേഞ്ചസ് ഫ്രം ആസ് ദി പാർട്ടിക്കിൾ മൂവ്സ്, the position vector changes from R1 to R2 and velocity vector changes from V1 to V2. ഇനി നമ്മൾ രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ആറാണ്, ഈ LHS F ഡോട്ട് ഡി ആർ ആണ്. അപ്പൊ ആറിനനുസരിച്ചാണ് ഇവിടെ ഇന്റഗ്രേഷൻ നടത്തുന്നത്. RHS-ലുള്ളത് എം വി ഡി വി ആണ്. ഇവിടെ വെലോസിറ്റിയിലാണ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റിയിലാണ് ഇന്റഗ്രേഷൻ നടക്കുന്നത്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് വി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വിയിലാണ്. അപ്പൊ ഇനി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്കറിയാം പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറിൽ ഉണ്ടാകുന്ന മാറ്റം ആറിൽ ഉണ്ടാകുന്നത് R1 to R2 ആണ്. ആർ ചേഞ്ച് ചെയ്യുന്നത്. വെലോസിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് V1 to V2 ആണ്. അപ്പൊ ആ ലിമിറ്റ്സ് ഞാൻ കൊടുക്കുകയാണ്. ഇന്റഗ്രേറ്റ് എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ R1 to R2 എന്ന് വരും. RHS-ൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എം വി ഡി വി എന്നുള്ളതിന്റെ ലിമിറ്റ് V1 to V2 എന്ന് വരും. ഈ ഭാഗം മാത്രം നോക്ക്. ഇനി ഈ ഇക്വേഷനിൽ, ഈ ഒരു സിംഗിൾ ഇക്വേഷന്റെ RHS-ലുള്ള ഇന്റഗ്രൽ മാത്രമാണ് ഇനി ഇവിടെ എഴുതാൻ പോകുന്നത്, ഈ ഭാഗത്തേക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ RHS-ൽ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ V1 to V2 എം വി ഡി വി ആണ്. അതിന് എനിക്ക് എന്തെഴുതാം? എം ഇൻറ്റു ഇന്റഗ്രൽ V1 to V2 വി ഡി വി എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ നടത്തിയാൽ ഇന്റഗ്രൽ വി ഡി വി എന്നുള്ളത് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ളതിനോട് സമാനമാണ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് x²/2 എക്സ് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്നുള്ള സ്റ്റാൻഡേർഡ് ഇന്റഗ്രലിന്റെ റിസൾട്ട് നമ്മൾ മുമ്പ് പഠിപ്പിച്ചതാണ്. ആ റിസൾട്ട് ഉപയോഗിച്ചാൽ, ആ സ്റ്റാൻഡേർഡ് ഫോം ഉപയോഗിച്ച് ഇന്റഗ്രൽ V1 to V2 വി ഡി വി ചെയ്യുമ്പോൾ ഇന്റഗ്രൽ വി ഡി വി എന്നുള്ള ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ വാട്ട് യു ഗെറ്റ് ഈസ് V²/2 ആണ്. എം കൊണ്ട് ഗുണിച്ചാൽ അത് ഈ എമ്മിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ MV²/2 എന്ന് എഴുതാം. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. V1 ഉം V2 ആണ് രണ്ട് ലിമിറ്റ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. സോ MV²/2 എന്ന് വരും. മൈനസ് പിന്നെ അതിൽ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ V1 എന്ന് കൊടുക്കണം. സോ MV2² മൈനസ് MV1² എന്ന് വരും. MV2²/2 മൈനസ് MV1²/2 എന്ന് വരും. MV²/2 ആണ്. MV2²/2 മൈനസ് MV1²/2, അതായത് ഹാഫ് MV2² മൈനസ് ഹാഫ് MV1² എന്ന് വരും. അത് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ദിസ് ഇന്റഗ്രൽ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ R1 to R2 F dot TR is equal to half MV2² minus half MV1². ഹാഫ് MV2² മൈനസ് ഹാഫ് MV1² എന്ന് പറയാൻ എന്താ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുള്ള വ്യത്യാസമാണ്. നമ്മുടെ വർക്ക് കൈനറ്റിക് എനർജി തിയറം പറയുന്നത് തന്നെ ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. അപ്പൊ ആ വർക്ക് കൈനറ്റിക് എനർജി തിയറത്തിന്റെ ഏതാണ്ട് 90% ഇവിടെ ആയി കഴിഞ്ഞു. ഇനി ഈ ഭാഗം ഇന്റഗ്രൽ R1 to R2 എഫ് ഓഫ് ആർ ഡി ആർ നോക്കിയാൽ നമുക്കറിയാം, ബൈ ഡെഫിനിഷൻ ഓഫ് ദി വർക്കിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇറ്റ് ഫ്രം x1 to x2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വർക്ക്. ഇതും അത് തന്നെയാണ്. ഫ്രം R1 to 3 dimensional പറയുമ്പോൾ ഇറ്റ് ഈസ് x1 പകരം R1 എന്ന് പറയണം. R1 to R2 എഫ് ഓഫ് ആർ ഡോട്ട് ഡി ആർ, ദാറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ മൂവിംഗ് ദി പാർട്ടിക്കിൾ ഫ്രം R1 പൊസിഷൻ വെക്ടർ R1 to R2 ബൈ ദി ഫോഴ്സ് എഫ് ഓഫ് ആർ. ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഈ പാർട്ടിക്കിളിന്റെ R1-ൽ നിന്നും R2-ലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ ചെയ്ത വർക്കാണ് ഈ ഇന്റഗ്രൽ ബൈ ദി ഡെഫിനിഷൻ ഓഫ് വർക്ക് ഡൺ. നമ്മൾ വർക്ക് ഡണ്ണിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. മോസ്റ്റ് ജനറൽ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് ഫ്രം x1 to x2. അത് 1 dimensional കേസ് ആണ്. 3 dimensional ആകുമ്പോൾ ഇറ്റ് ഈസ് എഫ് ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഫ്രം R1 to R2 എന്ന് പറയണം. ഓക്കെ. അപ്പൊ ഈ LHS-ലുള്ളത് വർക്കാണ് നമുക്ക് മനസ്സിലാക്കാണ്ടാൽ തന്നെ മനസ്സിലാവും. ബിക്കോസ് ഇറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് ദി വർക്ക് ഡൺ. അപ്പൊ ഞാൻ അതിനെ ഒന്നിവിടെ എഴുതി. ഇന്റഗ്രൽ R1 to R2 എഫ് ഓഫ് ആർ ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു W ദി വർക്ക് ഡൺ ഇൻ മൂവിംഗ് പാർട്ടിക്കിൾ ഫ്രം R1 to R2. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? W ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് ആർ ഡി ആർ ഫ്രം R1 to R2 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ഹാഫ് MV2² മൈനസ് ഹാഫ് MV1² വിച്ച് ഈസ് ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓർ ദി ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് വർക്ക് എനർജി തിയറം. ദാറ്റ് ഈസ് ദി പ്രൂഫ് ഫോർ വർക്ക് എനർജി തിയറം. ദിസ് ഈസ് ദി മോസ്റ്റ് ജനറൽ പ്രൂഫ്. എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. വേരിയബിൾ ഫോഴ്സിനുള്ളതാണ്. 1 dimension എന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. ഫോർ 3 dimension ആൻഡ് ഫോർ വേരിയബിൾ ഫോഴ്സ്. ഇവിടെ ചെയ്യാൻ നിങ്ങൾക്ക് ആകെ അറിയേണ്ട ഒരേ ഒരു ഐഡന്റിറ്റി ഇത് മാത്രമാണ്. ഒരു വെക്ടർ ഇക്വേഷൻ, വെക്ടർ ഐഡന്റിറ്റി നിങ്ങൾ ഓർത്തിരിക്കണം. ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഈ വെക്ടർ ഐഡന്റിറ്റി ആൻസർ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിന്റെ കൂടെ എഴുതൽ നിർബന്ധമാണ്. വാല്യുവേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് അത്ര ഓർമ്മയിൽ വന്നോളന്നില്ല. അപ്പൊ ഈ ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, വി ഹാവ് ദി വെക്ടർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ റിലേഷൻഷിപ്പ് എഴുതി വെക്കണം പേപ്പറിൽ, നോട്ട് പുസ്തകത്തിലൊക്കെ അത് എഴുതണം. അത് എഴുതാതെ നേരെ റിസൾട്ട് എഴുതിയാൽ ചിലപ്പോൾ
എല്ലാ അത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും എഴുതി വെക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചെറിയ സെക്ഷനും കൂടി എടുക്കാം. ദാറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് കൈനറ്റിക് എനർജി തിയറത്തിന്റെ എല്ലാ പ്രൂഫും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ഫിസിക്സ്, ദാറ്റ് ഈസ് ദി കൺസർവേറ്റീവ് ഫോഴ്സസ്. യാഥാസ്ഥിതിക ബലങ്ങൾ എന്നല്ല, കൺസർവേറ്റീവ് എന്നുള്ളതിന് ഇവിടെ അർത്ഥം സംരക്ഷിക്കപ്പെട്ട ബലങ്ങൾ എന്നുള്ള രീതിയിലാണ്. കൺസർവേറ്റീവ് ഫോഴ്സ്, ദ ഫോഴ്സസ് ഓഫ് വിച്ച് സംതിങ് ഇസ് കൺസർവ്. കൺസർവേഷൻ ലോസ് ബാധകമായ ഫോഴ്സുകൾ. ഓക്കെ, സോറി. അപ്പൊ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സസ്? ഹെഡിങ് എഴുതണം, കൺസർവേറ്റീവ് ഫോഴ്സസ്. എ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഇഫ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓൺ എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ. അപ്പൊ ഒരു പാർട്ടിക്കിള് ഈ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക്, എ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഓർ ദി ഫോഴ്സ് മൂവ്സ് ദി പാർട്ടിക്കിൾ ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി, അങ്ങനെ വിചാരിക്കാം. അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ പല വഴികളിലൂടെ സഞ്ചരിക്കാം. 1 ഡയമെൻഷണൽ മോഷന്റെ കേസിൽ ഒരു വഴി ഉണ്ടാവും. 2 ഡയമെൻഷണൽ മോഷനിലേക്ക് വന്നാൽ ഒരു പ്ലെയിനിലാവുമ്പോൾ പല വഴി. ഇപ്പൊ ബോർഡിലുള്ള എ എന്ന് പറയുന്ന ഒരു കുത്തിട്ടു, ബി എന്ന് പറയുന്ന വേറൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ്, കർവ്ഡ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ സച്ച് ദാറ്റ് ദേ ജോയിൻ എ ആൻഡ് ബി. എയിൽ നിന്ന് ബിയിലേക്ക് ആ ബോർഡിലൂടെ പല വഴി സഞ്ചരിച്ചെത്താം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ആർ ദർ ടു റീച്ച് ഫ്രം എ ടു ബി. അപ്പൊ ഒരു പാർട്ടിക്കിള് പല വഴിയിലൂടെ ഈ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ വഴി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വഴി വ്യത്യസ്തമാണെങ്കിലും എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച് മൂവ് ചെയ്ത് പാർട്ടിക്കിൾ എത്തുമ്പോൾ ആ പാർട്ടിക്കിളിൽ ഈ ഫോഴ്സ് ചെയ്ത വർക്ക് ഏത് പാത്തിലൂടെ പോയാലും തുല്യമാവണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ ദി ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഫിസിക്സിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു ആശയമാണ് സംതിങ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ, ആ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഒരു ഫൈനൽ പൊസിഷനിലേക്ക് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി റിലേറ്റഡ് ടു ദാറ്റ് പാർട്ടിക്കിൾ ബിക്കംസ് സെയിം ഫോർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിഫറെന്റ് പാത്ത്. വ്യത്യസ്ത പാത്തുകളിലൂടെ സഞ്ചരിച്ചാലും ഒരു കണ്ടീഷനേ ഉള്ളൂ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയിരിക്കണം. അത് ഏത് റൂട്ടിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് അവിടെ പ്രസക്തമല്ല. അങ്ങനെ ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഒരു വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് ചെയ്യാൻ കാരണമായ അവിടെയുള്ള ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ഇഫ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്, then the force is said to be conservative. So that is conservative force. Though if the work done by the force is independent of the path taken by the particle, then that force is said to be a conservative force. അത്തരം കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് പല ഫോഴ്സുകൾ, നമുക്ക് അറിയുന്ന പല ഫോഴ്സും. ഇത് അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പല വഴികളിൽ, ഒന്ന് ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണ്. ആ എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ പോകുമ്പോൾ ചെയ്ത വർക്ക് W1, പാത്ത് 1 എന്നതിനെ കൊടുത്തു. വേറൊരു ഗ്രീൻ കളറിൽ വരച്ച് കാണിക്കുന്ന വേറൊരു കർവ്ഡ് പാത്താണ്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ W2 ബി ദി വർക്ക് ഡൺ. എയിൽ നിന്ന് ബിയിലേക്ക് മൂന്നാമത്തെ ഒരു പാത്തും കൂടി കാണിച്ചിട്ടുണ്ട്. ഇനി എത്ര പാത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. മൂന്നാമതൊരു വഴിയും കൂടി കാണിച്ചിട്ടുണ്ട്. അതിലൂടെ പോകുമ്പോഴുള്ള വർക്ക് W3 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് കൺസർവേറ്റീവ്, then W1 should be equal to W2 equal to W3. W1 ഉം W2 ഉം W3 ഉം തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ the force depends only on the initial position and final position of the particle. ഇതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മയിലേക്ക് പറയുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നിർബന്ധമായിട്ട്. ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ വർക്ക് കൈനറ്റിക് എനർജി തിയറം പഠിച്ചു. വർക്ക് കൈനറ്റിക് എനർജി തിയറത്തെ കുറിച്ച് ഒരൊറ്റ കാര്യമുണ്ട്, അത് വളരെ പ്രധാനമാണ്. ഞാൻ സ്ലൈഡിൽ വിട്ടുപോയതാണ്, നിങ്ങൾ നോട്ടിൽ അത് എഴുതിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ, വർക്ക് കൈനറ്റിക് എനർജി തിയറം നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഫ്രം ദി സെക്കൻഡ് ലോ. കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്തതാണല്ലോ വർക്ക് കൈനറ്റിക് എനർജി തിയറത്തിന്റെ ഏറ്റവും ജനറൽ ആയിട്ടുള്ള പ്രൂഫ്. അത് സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് ലോ ആണ്. ആ സെക്കൻഡ് ലോ എന്നുള്ള ഫിസിക്സിലെ സെക്കൻഡ് ലോ എന്നുള്ള ഇക്വേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു വെക്ടർ ഐഡന്റിറ്റി മാത്രമാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പൊ സെക്കൻഡ് ലോയുടെ മറ്റൊരു ഫോമാണ് ശരിക്കും ഈ വർക്ക് കൈനറ്റിക് എനർജി തിയറം.
അതെപ്പോഴും ഓർത്തിരിക്കണം. The work kinetic energy theorem is nothing but another form of Newton's second law. ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഇന്റഗ്രൽ ഫോം ആണ് വർക്ക് കൈനറ്റിക് എനർജി തിയറം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അല്ല, അങ്ങനെയാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഫോമിലാണ് ഇക്വേഷൻ, ഡെറിവേറ്റീവ് ആണ് അവിടെ ഉള്ളത്. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണ്, അല്ലെങ്കിൽ എം ഡി വി ബൈ ഡി ടി എന്നാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്. അത് ഇന്റഗ്രൽ ഫോമിൽ പറയുമ്പോൾ ഇന്റഗ്രൽ x1 to x2 അല്ലെങ്കിൽ ഇന്റഗ്രൽ r1 to r2 f ഡോട്ട് ഡി ആർ എന്നാവും. എഫിന് പകരം ഇന്റഗ്രൽ r1 to r2 f ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ എന്നാണ്. half mv2 square minus half mv1 square. This is the integral form of Newton's second law, which is called the work kinetic energy theorem. So ഒരിക്കൽ കൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, the work kinetic energy theorem is an integral form of Newton's second law. ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ വന്നപ്പോൾ ഞാനത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ചിലപ്പോൾ ഇത് ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വരും. നിങ്ങൾ ഫാൾസ് എന്ന് എഴുതി വെക്കും. അങ്ങനെയല്ല, it is actually the Newton's second law. Work kinetic energy theorem is nothing but Newton's second law expressed in the integral form. മറ്റൊരു ഫോമിൽ എക്സ്പ്രസ് ചെയ്താണ്. ഓക്കെ, now let us again come back to conservative forces. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഇപ്പൊ ഈ പറയുന്നത്. മനസ്സിലായല്ലോ, പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണെന്നുള്ളത് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലായി. ചിത്രം നിങ്ങൾ വരക്കൊന്നും വേണ്ട, ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി എക്സാമ്പിൾസ് ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഒരു സ്പ്രിംഗിലുള്ള ബലം കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇങ്ങനെ പല കൺസർവേറ്റീവ് ഫോഴ്സസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും ഈ വർഷം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫ്രിക്ഷൻ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എയർ റെസിസ്റ്റൻസ് ഫ്രിക്ഷൻ ആണ്. വിസ്കസ് ഫോഴ്സ്, എയറിന്റെ വാട്ടറൊക്കെ അനുഭവപ്പെടുന്ന വിസ്കസ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്, നോട്ട് കൺസർവേറ്റീവ് ഫോഴ്സ്. അത്തരം ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട അത്തരം ഫോഴ്സുകളൊന്നും തന്നെ കൺസർവേറ്റീവ് ഫോഴ്സസ് അല്ല, അതൊക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ ചെയ്ത വർക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് എന്നാണ്. ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫറെന്റ് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദി പാത്ത്, വേറാസ് വർക്ക് ഡൺ ബൈ ദി അതർ ഫോഴ്സ്, മേ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ വസ്തുവിലുള്ള മറ്റൊരു ഫോഴ്സ് എങ്കിൽ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഞെട്ടറ്റ ഒരു മാമ്പഴം താഴേക്ക് വീഴുന്നു. അതിൽ മറ്റൊരു ഫോഴ്സും കൂടി, അതാണ് ആ മാമ്പഴം വീഴുന്ന വഴിയിലുള്ള എയറുമായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ എയർ റെസിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യാറ്. ആ എയർ റെസിസ്റ്റൻസ് കൊണ്ടുള്ള ഫോഴ്സ്, അതാണ് ഫ്രിക്ഷൻ, എയർ ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഈ മാമ്പഴം മൂവ് ചെയ്യുന്ന പാത്ത് മാറ്റി വേറെ പാത്തിലൂടെ ആണെങ്കിൽ വേറൊന്നായിരിക്കും. ജനറൽ ആയിട്ട് ഏതൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് ഒരു വസ്തു എവിടെ മൂവ് ചെയ്യുമ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്പ്രിങ്ങിന്റെ ബലം കൊണ്ട് ഒരു ഒബ്ജക്റ്റ്, ഒരു ട്രോളി മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ ആ സ്പ്രിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് പാത്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല. whereas the work done by the kinetic friction between the trolley and the surface, ground surface, depends on the path. വ്യത്യസ്ത പാത്തിന് അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ കൺസർവേറ്റീവ് അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തരം ഫ്രിക്ഷൻസ്, എയർ റെസിസ്റ്റൻസ് ഒക്കെ അതിൽ വരും. അത്തരം ഫോഴ്സുകളിനെയൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എന്നാണ് പറയുക. ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എനർജി ലോസ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പോലെയുള്ള കൺസർവേറ്റീവ് ഫോഴ്സുകളിൽ എനർജി ലോസ് ചെയ്യപ്പെടില്ല, ഒരു കൺസർവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. സോ ദേ ആർ കോൾഡ് ദി കൺസർവേറ്റീവ് ഫോഴ്സ്. ഇത്തരം ഫോഴ്സിന്റെ എഫക്റ്റിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ള ഐഡിയ, which is very very important. അപ്പോൾ ഇന്ന് ഇത്രയും മതി. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം പെട്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.